അപ്പോൾ എങ്ങനെയാണ് ഓക്സിജനിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സൈറ്റിൽ പോവാം. സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ ആരുടെ ഐ ഡിയിലാണോ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആ ഐ ഡി ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്യാം. അപ്പോൾ നിലവിൽ ഈ ഒരു ഐ ഡിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും മുകളിൽ ഒരു സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാം. മുഹമ്മദ് ആ നെയിമിൻ്റെ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ലോഗൗട്ട് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിനകത്ത് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ഓപ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒരു തവണ കൊടുത്ത് കഴിഞ്ഞ് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ അവിടെ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ, അതിൻ്റെ ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആരുടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാവേ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു. അതായത് ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നമുക്കിനി പാൻ കാർഡിൻ്റെയും കൂടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്ര അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് ഇനി കൺഫേം ആണെന്ന് ചെക്ക് ചെയ്തിട്ട് കാര്യം നമ്മൾ കൺഫേം വരുത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാവൂ. കറക്റ്റ് ക്ലാരിറ്റി ആക്കിയിട്ട് താഴെ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സൈറ്റിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ പേ ഔട്ട് ഇതിലേക്ക് എല്ലാ വീക്കിലിയും നമ്മുടെ സർവീസ് ചാർജും TDS കാര്യങ്ങളെല്ലാം പോയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രെഡിറ്റ് ആവും എല്ലാ പേ ഔട്ട് റിലീസിങ് ഡേറ്റിലും. ബുധനും ശനിയാണ് പേ ഔട്ട് റിലീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുക, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.